ബഹുമാനപ്പെട്ട ശ്രീ പീയൂഷ് ഗോയൽജിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഒരു ദിവസം ശിവകാശിയിലെ ഫയർ വർക്ക്സ് ഇൻഡസ്ട്രി അതിൻ്റെ എല്ലാ പാർട്ടിക്കിൾസുമായിട്ടുള്ള ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട 2 ഫാക്ടറി യൂണിറ്റ്സിൻ്റെ സന്ദർശനവും അവിടുത്തെ തൊഴിലാളികളുമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചല്ല, പക്ഷേ അവരുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതിന് ശേഷമാണ് പൂരത്തിൻ്റെ നടത്തിപ്പിനാവശ്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ പുനഃക്രമീകരണത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ള ഒരു വിവര ശേഖരണം മാത്രമാണ് ഇന്ന് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഇതിനകത്ത് പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പുതുതായി രൂപീകരിച്ച എന്നാൽ ഈ വർഷം മാത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തപ്പെട്ട അത് ജനരോഷം സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്ന ദുരവസ്ഥ ഇതിനെല്ലാം കൂടി പരിഹാരമാവുന്ന ഒരു നടത്തിപ്പിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ തുടക്കമെന്ന നിലയ്ക്ക് ഒരു പ്രിലിമിനറി യോഗം മാത്രമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് സ്വരൂപിച്ചിട്ടുള്ള അവർ നൽകിയ വിഷയങ്ങളായാലും അതിന് നൽകിയ മറുപടികളായാലും റെക്കോർഡ് ചെയ്ത് ഒരു ഡോക്യുമെൻ്റാക്കി ബഹുമാനപ്പെട്ട കോമേഴ്സ് മിനിസ്റ്റർ ശ്രീ പീയൂഷ് ഗോയലിൻ്റെ സമക്ഷം സമർപ്പിക്കും. ഇത് സാങ്കേതികമായ എല്ലാ പഠനങ്ങൾക്കും പുതുസാധ്യതകൾക്കും വഴിതെളിക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട കോടതികളുടെ എല്ലാം രാജ്യത്ത് നിയമം അതിൻ്റെ ശുദ്ധമായ നടത്തിപ്പിന് വേണ്ടി നിർദ്ദേശങ്ങൾ, ശക്തമായ നിയമനിർദ്ദേശങ്ങൾ, നടത്തിപ്പ് രീതികളിലുള്ള എന്തവലംബിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന കോടതികളുടെ മുഴുവൻ അംഗീകാരത്തിനായി അനുവാദത്തിനായി സമർപ്പിക്കപ്പെടുന്നതായിരിക്കും. ഇതിനെ സംബന്ധിച്ച് സാങ്കേതിക വിഭാഗങ്ങളിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആർക്കിയോളജി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പെസോയിലെ തന്നെ കെമിക്കൽ അനലിസ്റ്റ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി എല്ലാവരും ഇവിടെ ഇന്നലത്തെ എല്ലാ ഡെലിബറേഷൻസും തുടങ്ങി ഇന്നത്തെയും ഇനി നടക്കാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഓയിൽ കമ്പനികളെ, ടൂറിസത്തിൻ്റെ പാർട്ടേക്കേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം വിശാലമായ ഇന്ന് നടന്ന പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള അനേകം ചർച്ചകളിലൂടെയായിരിക്കും. പക്ഷേ കാലേക്കൂട്ടി ഉള്ള നിശ്ചയങ്ങളും പിന്നെ അതിൻ്റെ ലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രം നടത്താനുള്ള ഉദ്യോഗസ്ഥരുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും ഇടപെടൽ എന്ന് പറയുന്നത് വിഘാതമോ കാലതാമസമോ പൂരത്തിൻ്റെ ആരാധനാക്രമത്തിനായാലും ശരി തന്നെ ആനന്ദകരമായ സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക. ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം. അതിൽ നിന്ന് നമുക്ക് പൂരത്തിൻ്റെ നടത്തിപ്പിലെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ജനുവരി മാസമെങ്കിലും നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം അറിയിക്കുന്നത് കോടതിയുടെ അനുവാദപ്രകാരം അനുവാദത്തോടുകൂടി ആശീർവാദത്തോടുകൂടി അത് സെൻട്രൽ അതിനകത്ത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻസും കൂടി അംഗീകരിക്കുന്ന അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഒരു ഫൈനൽ രൂപം പ്രഖ്യാപിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുക.